ക്ഷീണിച്ചോ? ഇല്ല. കിടക്കുന്നുണ്ടല്ലോ. വേണേ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, ഡാഡി ഓടിക്കോളാം. വേണ്ട. ഡാഡി ക്ഷീണിച്ചോ? പിന്നെന്താ കഥിക്കുന്നേ? ഡാഡിക്ക് വരാതരാ, ഡാഡിക്ക് വയസ്സായില്ലേ? ഡാഡി വേണേ കുറച്ചേരം റെസ്റ്റ് എടുത്തോ, ഞാൻ ഓടിക്കോളാം. ഡാഡിയെ കളിയാക്കാറടാ. നമുക്ക് പോവാം. ഇനി ഓടണ്ടേ? മമ്മി ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും. കണ്ണു ഉരുട്ടി മുഖവും വീർപ്പിച്ചു. അയ്യോ, ഞാനതങ്ങ് മറന്നു. ഇനിയിപ്പോ എന്താണാവോ ശിക്ഷ വിധിക്കാൻ പോകുന്നത്. നമുക്ക് പോ. കേറിക്കോ. ജെയിംസ് കുട്ടിക്കും ബൈജു മോനും നല്ല സ്റ്റൈലായിട്ട് ഓരോ കപ്പ് കാപ്പി കൊണ്ടുവാ. വേണം. ഇന്നിവിടെ കാപ്പിയില്ല. ചായ ആയാലും മതി. ചായ ഇല്ല. ഞാനും ഡാഡി ഓടി ക്ഷീണിച്ചു വന്നല്ലേ മമ്മ. അയ്യേടാ, കൊച്ചുളപ്പാൻ കാലത്ത് എണീറ്റ് പോകും പിതാവും പുത്രനും. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ അടുക്കള കിടന്ന് നിരങ്ങാനും ഈ ഓട്ടം ചാട്ടൊക്കെ ഇതിനകത്ത് പറ്റത്തില്ല മനുഷ്യ. കടൽക്കാറ്റായിട്ട് ഓടുന്നതിന് സുഖം ഇവിടെ കിട്ടുമോ അമ്മളിക്കുട്ടി? ഒരു കാര്യം ചെയ്യും, നാളെ പോലെ നീ കൂടെ പോരും. നീ കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാവും. എന്തും കുടുംബസമേതം എന്നാണല്ലോ ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു വിശദീകരണം വേണ്ട. ഇപ്പൊ മണി എത്രയായി? 7:45. ഇന്നാർക്കും സ്കൂളിലും ഓഫീസിലൊന്നും പോകണ്ടേ? പിന്നെ കാര്യം ചെയ്യും, ആദ്യം കാപ്പി ഇങ്ങോട്ട് വരട്ടെ. എന്നാലേ ദിനചര്യകൾക്ക് ഒരു മൂടുണ്ടാവും. സാറിന് എങ്ങനെയാവും? അവൻ എന്റെ പ്രിയപുത്രനല്ലേ, ശീലങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതെ അതെ, പഠിക്കാൻ പറ്റിയ ശീലങ്ങൾ തന്നെയാ. ഓ തരാവേ. അയ്യോ, ഇങ്ങനെ രണ്ട് സാധനങ്ങള്. അവനെ വിളിക്കാം. വേഗം കഴിച്ചോ മോനെ, ഇല്ലേ മമ്മി വന്ന് നിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്യും. മതി വെച്ചേ, വലിച്ചു വാരുന്ന ഇപ്പൊ തന്നെ ഒരു പരിവായി. നീ എന്റെ സൗന്ദര്യം കളയല്ലേ എന്റെ അമ്മണിക്കുട്ടിയെ. ഉള്ള സൗന്ദര്യമൊക്കെ മതി, ഞാൻ കഴിച്ചോളാം. അതും കഴിച്ചേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്ര രുചികരമായിട്ട് നീ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്റെ കാര്യം ഒരു പോകാവും. എങ്ങും പോകത്തില്ല. ഞാനേ നല്ല കൈപ്പുണ്യം ഉള്ളവളാ. നീ ഉള്ള കൈപ്പുണ്യം എല്ലായിടത്തും ചെലവാക്കി എന്നൊരു ചാപ്പാതിരാമനാക്കും. തൃപ്തിയാവില്ല. ഡാഡി. ഓ സോറി കുട്ടാ. മതിയൊക്കെയോ കഴിക്കാൻ? ഇനി കഴിക്കാൻ ഞാനും വീർക്കും. സൗന്ദര്യം ഉള്ളതൊക്കെ പോവും. അയ്യോടെ, ഇപ്പൊ അങ്ങനെ ഡാഡിയുടെ വായിൽ തൂങ്ങണ്ട. കഴിക്കാൻ. അമ്മയുടെ എവിടെ പോയി കിടക്കുന്നു നോക്കിട്ട് കാണാനും ഇല്ല. അമ്മയുടെ ഓ തുടങ്ങി. മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേക്കാവൂ. തുടങ്ങിയോ ബഹളം? നിന്റെ ഈ അടുക്കലും പെറുക്കുന്ന കാരണം ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഇന്നെന്താ കാണാൻ പോയത്? എന്റെ പേഴ്സ് വെച്ചെടുത്ത് നോക്കിയാലേ കിട്ടൂ. ഇവിടെ കിടന്ന് ഒച്ച ബഹളം വെച്ചാലേ അതിന് എണീറ്റ് വരാൻ കൈയും കാലും ഒന്നുമില്ല. ഇന്നലെ വർഷപ്പാന്റെ കാശ് കൊടുത്തിട്ട് ഇവിടെ വെച്ചത് ഓർമ്മയില്ലേ? ഇനി എന്താ കാണാതെ പോയത്? ഏതായാലും എടുത്തോണ്ടല്ലേ, ഇനി ഒന്ന് ഇട്ടുക. ഇത് വല്ലാത്ത അസുഖം തന്നെയാ. തിരിഞ്ഞേ
ശൃംഗരിക്കണ്ട. എന്തോ ശൃംഗരിച്ചാ നീ എന്തോ ചെയ്യും? നിന്നെ കഷ്ടപ്പെട്ട് പ്രേമിച്ച് ഞാനവിടെ കെട്ടിക്കൊണ്ട് വന്നതേ എനിക്ക് സൗകര്യമുള്ളപ്പോ ശൃംഗരിക്കാനാ, മനസ്സിലായോ? പറയൂ. ഡാഡി, ഞാൻ റെഡി. എന്നെ ഷർട്ട് പറയും. ബ്ലൗസ് ആയി പോയല്ലോ. ദാ. മോനെ, ഇതാ വാട്ടർ ബാഗ്. ആ, പോയിക്കോ. ഉച്ചക്കൊണ്ടാൻ വരുമോ? ഞാൻ വിളിച്ചു പറയാം. മമ്മി, ടാറ്റാ, ബൈ ബൈ. To Mrs. Exports India Limited, post box number 6129, Soha, Sultanate of Oman. That's all. പിന്നെ ബ്രൂക്സ് കമ്പനിക്കുള്ള ലെറ്റേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തോ? യെസ് സർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഇരി. മിസ്റ്റർ അലക്സ്, ടൂറിൽ ഏർപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഈ വീക്കെൻഡ് തന്നെ പോകേണ്ടി വരും. ആദ്യം സിംഗപ്പൂർ, ദെൻ ടോക്കിയോ. ചാർട്ട് സെക്ഷൻ ഓഫീസർ ടേബിളിലുണ്ട്, പോയി കളക്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ വി ഹാവ് ടു കവർ ദ ഹോൾ യൂറോപ്പ് വിത്തിൻ 4 months. ഓക്കെ? സർ, ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. വാട്ട് യു മീൻ മിസ്റ്റർ അലക്സ്? ഈ പ്രൊമോഷൻ എനിക്ക് വേണ്ട സർ. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു സർ. ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെ ഒതുങ്ങിക്കൂടണം. അത് പറയാനാ ഞാൻ വന്നത്. അത് ശരി, തനിക്ക് കല്യാണപ്രായമൊക്കെ ആയി അല്ലേ? വെരി ഗുഡ്. പക്ഷെ എന്ന് കരുതി ജോലി വേണ്ടെന്ന് വെക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ആ പഴയ ജോലി തന്നെ മതി. ഓക്കെ, ആസ് യു വിഷ്. ബട്ട് താനിനി ആ പഴയ ജോലി തുടരണ്ട. സാർ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഇത് തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ ഈ കമ്പനിക്ക് ആവശ്യമാണ്. യു വിൽ ബി അപ്പോയിന്റഡ് ആസ് ദി ഏരിയ മാനേജർ ഓഫ് അവർ ന്യൂ എക്സ്പാൻഷൻ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇപ്പോഴാണോ കോളേജ് പോകുന്നത്? ഇന്ന് ക്ലാസ് ഇല്ല, യൂണിയൻ ഇനാഗ്രേഷൻ ആണ്. ആ ബോറടിക്ക് പോകണ്ടെന്ന് വെച്ചു. പിന്നെ ഇപ്പൊ എങ്ങോട്ടാ? വീഡിയോ ലൈബ്രറി വരെ കുറെ നല്ല ക്യാസറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് അടിച്ചെടുക്കണം. ഡാഡിയില്ലേ? അയ്യോ ഉണ്ട്, വേഗം ചെല്ല്. അവിടെ രാവിലെ ചക്രശ്വാസം വലിക്കുക. ചെന്നൊന്ന് രക്ഷപ്പെടുത്ത്. ആരാ? നിത്യ സന്ദർശകൻ തന്നെ, ഫാമിലി ഡോക്ടർ. എന്താ വിശേഷം? അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഡാഡി ഇപ്പൊ ഡോക്ടറെ ചികിത്സിച്ചോണ്ടിരിക്കുക. എടോ ഡാക്ടറെ, തന്റെ മരുന്നും മന്ത്രം കൊണ്ടും ഒന്നും ഞാൻ മരിക്കാതിരിക്കത്തില്ല. ഓ, മരിക്കാൻ എനിക്കൊട്ട് പേടിയില്ല. എന്നാലും വന്ന രോഗം മാറണ്ടേ? താൻ എവിടുന്നാണോ ഈ ഡാക്ടർ പരീക്ഷ പാസ്സായത്? എന്തോ ചുമലടി? അടുത്ത ആളും വന്നല്ലോ. ജെയിംസ് കൂടെ ചേർന്ന എനിക്കില്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മരുന്നടിക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്ന് BP വളരെ കൂടുതലാ. ദേ, താങ്കൾ അതൊന്നും പറയണ്ട. ഇനി ഞാൻ ജെയിംസിനെ കൂടെ സഹിക്കേണ്ടി വരുമല്ലോ. മുരളി, തൽക്കാലം ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കേ. അയാൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയിക്കോട്ടെ. എന്തായാലും ശരി, ഇന്ന് എനിക്ക് വയ്യ. ആഹാ, എന്നാലാന്ന് കാണണമല്ലോ. മര്യാദക്ക് അനുസരിക്കണം, ഞാനാ പറയുന്നത്. ജെയിംസ് കുട്ടി, നീ വെറുതെ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അങ്ങ് അനുസരിച്ച് പോവും. മുതലാളിയെ കയ്യാൻ കൊണ്ട് തെറ്റിക്കേ. ഞാൻ വരട്ടെ. ശരിയല്ലേ? താൻ നാളെ ഇങ്ങോട്ട് പോയി, ഞാൻ കാണിച്ചുതരാം. അയാളുടെ ജോലിയല്ലേ അയാൾ ചെയ്യുന്നത്? നിനക്കറിയില്ല ജെയിംസ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് വേറെ ജോലിയുണ്ട്. മുതലാളി സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സ് നോക്കിയേ. വായിച്ചു നോക്കാമെന്ന് എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. എവിടാ സൈന്യെന്ന് പറഞ്ഞാൽ ചെയ്തേക്കാം.
എന്നാലും അങ്ങനെയല്ലല്ലോ. എങ്ങനെയല്ലല്ലോ? എടോ, തന്നെ എനിക്ക് വിശ്വാസമാണെന്ന് 1000 പ്രാവശ്യം പറഞ്ഞാൽ പോയ ജെയിംസ് കുട്ടി. അത് മാത്രമല്ല, ഈ കമ്പനി കാര്യത്തിൽ നിന്ന് എന്നെ ഒന്നും ഒഴിവാക്കി തരാമോ? വലിയ ഉപകാരമായിരിക്കും. പിന്നെ പുതിയ ഫേമിനെ പറ്റി ഞാൻ മേനോനോട്ട് ആലോചിച്ചു. പ്ലാനും കാര്യങ്ങളും ഒക്കെ റെഡിയായാൽ ജോസഫിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പോ മുതലാളിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാം. എന്നോടൊന്നും ചോദിക്കണ്ട, എല്ലാം ജെയിംസിന് ഇഷ്ടം പോലെ ആയിക്കോ. എനിക്കിപ്പോ തന്നെ ആവശ്യമില്ല ടെൻഷനുണ്ട്. ഏടോ, തന്റെ ഇഷ്ടമാണോ എന്റെ ഇഷ്ടം? താൻ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യേ. എന്തോ പറ്റി? ശ്രീമതിക്ക് ഒരു മൗനം. ഐസ്ക്രീം കഴിക്കുന്ന കണ്ടില്ലേ? ഓ, ഐസ്ക്രീം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്ന് ബൈബിളിൽ എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മറന്നുപോയി. ചുമ്മാ പുളു പഠിക്കാതെ. എന്താ പരിപാടി? എന്ത് വേണമെങ്കിലും ആവാം. എനിക്ക് ഇനി ഐസ്ക്രീം വേണം. മടി കഴിച്ചത് മധുരമോ? അവൻ കൊച്ചലടി, അവൻ കഴിച്ചോട്ടെ. വേറെ ഈ ഡാഡി അവനെ ചീത്തയാക്കുന്നത്. എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചോളൂ. ഒരു 2 ഐസ്ക്രീം. ആർക്കാ 2 ഒന്ന് എനിക്ക്. പിതാവും പുത്രനും കൂടെ പിന്നെ എന്നെ ഒറ്റക്കാക്കാണോ? എന്നാ എനിക്കും വേണം ഐസ്ക്രീം. അങ്ങനെ വഴിക്ക് വാ എന്റെ അമ്മണിക്കുട്ടിയെ. മോനെ, ഇനി മമ്മിയെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ പെടുത്താം അല്ലേ? വേറെ ഐസ്ക്രീം 3. ഞാനിപ്പോ ഒരാ കേട്ടോ. അപ്പോഴൊന്ന് നിന്നേ. ഏയ്, കാണുന്നത് എവിടെ? അത് പിന്നെ എന്റെ ഏതായി പെൺകുട്ടി? ഞാനൊന്ന് പറഞ്ഞില്ലേ സാർ, എന്റെ ലവ് കാമുകി അല്ലേ? ആരോട് ചോദിച്ചാൽ അതായത് പെണ്ണുമായിട്ട് വെക്കുന്നത് കറങ്ങുന്നേ? അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനും അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരിയും സംശയകരമായ സാഹചര്യങ്ങളിൽ ഇതുപോലെ കറങ്ങി നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ശിക്ഷാർഹമാണെന്ന് അറിയാമോ? സാർ, ഞാൻ അത് കഴിഞ്ഞിട്ട് മതി ഈ സവാരിയും സൊള്ളലും ഒക്കെ. മനസ്സിലായോ? മനസ്സിലായി. എന്താ കുട്ടിയുടെ പേര്? ഉഷ. സോറി. മിസ് ഉഷയ്ക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? അലക്സ് എന്നോട് സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാവം വിട്ടും കണ്ട് ഊഹിച്ചു. പക്ഷേ സാറ് നന്നായിട്ട് ആക്ട് ചെയ്യുമെന്ന് അലക്സ് എന്നോട് പറഞ്ഞിരുന്നില്ല. വെരി ഗുഡ്. പിന്നെ അലക്സേ, ഞാൻ ചുമ്മാ ഒന്ന് വിരട്ടി നോക്കിയതല്ലേ. ഈ ഒളിച്ചും പതുങ്ങിയും പ്രേമിച്ച് നടക്കുന്നവര് പരിചയമുള്ള ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് ചാടുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു ചമ്മലുണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര രസമാണ്. പണ്ട് ഞാൻ ഒരുപാട് ചമ്മിട്ടുള്ളതല്ലേ. പ്രേമത്തിന് വേണ്ടി 18 അംഗവും വെട്ടി ധീരതയോടെ പടപൊരു ജയിച്ച വീരയോദ്ധാവാണ് ഞാൻ. അറിയോ? ഡാഡിയെ കാണുന്നില്ലല്ലോ മോനെ. മമ്മി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എടാ, ഈ പൂ കണ്ടോ? അവളുടെയാ. എടുത്തിട്ട് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ല. പൊടി കേസാണെന്നാ തോന്നുന്നത്. ചെന്നൊന്നും മുട്ടി നോക്കളിയാ. കിട്ടിയ പഞ്ചാമൃതമല്ലേ, ഇന്നൊന്ന് കലക്കാണ്. പോണോളിയാ, ഞാൻ മുട്ടി അവൾ വീഴും. അത് ഡെഫിനറ്റ് ആണ്. എന്റെ ഒരു ലൈൻ അതാ. നീ ജനിച്ചത് തന്നെ വളയ്ക്കാൻ വേണ്ടിയല്ലേ. കൂടി വന്നാ അവൾ ചെരുപ്പ് ഉരുന്ന് തരും. അത് നമുക്ക് സഹിക്കാന്നേ. ഒന്നുമില്ലെങ്കിൽ വളയട്ടായുണ്ടല്ലേ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒറ്റയ്ക്കുള്ളൂ അല്ലേ? പേടിക്കുന്നേ. നല്ല സ്ഥലമാണ്. എന്താ പേര്?
അടിപിടിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കണ്ടില്ലെന്ന് അടിച്ച കാര്യം കഴിഞ്ഞു. സാറിനെ പോലുള്ള മാന്യന്മാര്. അതെ മാനേ സാറേ, തന്റെ ഭാര്യക്കിട്ട് ആരെങ്കിലും കയറി ചൊറിയുമ്പോഴേ തനിക്ക് എന്നെ സൂക്കട് മനസ്സിലാവും. എനിക്ക് ഇതിനെ കുറിച്ചുള്ള മാന്യതൊക്കെ മതി. ആ മതി. എടാ സുധി, വണ്ടി എടുത്തു. ജെയിംസേ, ആഹാ, അല്ലേ നീ എന്താ ഇവിടെ? ഞങ്ങൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, എത്തിയിട്ട് ഒരാഴ്ചയായി. നീ ഇവിടെ ഉണ്ടെന്നറിയാം. വന്നിട്ട് താമസസൗകര്യം ശരിപ്പെടുത്തുന്ന തിരക്കി നിന്നെ അന്വേഷിക്കാൻ സമയം കിട്ടിയില്ല. അതെ അതെ, ഈ പുതിയ ഭർത്താക്കന്മാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. കല്യാണം കഴിച്ചാൽ ഉടനെ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ മറക്കുക. അല്ല, ഞാനും മോശമല്ല. അമ്മണിക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇതാണ് എന്റെ ഭാര്യ, അദ്ദേഹം റാണി. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു 5 കൊല്ലം കോളേജിൽ കിടന്ന് കലക്കിയ പാർട്ടികളാ. ബാക്കിയൊന്നും പറയണ്ട, വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. മോന്റെ പേരെന്താ? ബൈജു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫസ്റ്റ് അല്ല, സ്റ്റാൻഡേർഡ്. നീ എവിടെ താമസം? ടൗൺ ഹാളിന്റെ തൊട്ട് കുറയില്ലേ, നമ്പർ 10 പീറ്റേഴ്സ് റോഡ്. ഞങ്ങളിപ്പോഴും പഴയ വീട്ടിൽ തന്നെ. അപ്പോ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴാണോ വന്ന് എഴുന്നള്ളത്? അല്ല, അമ്മണി സാറും ആദ്യം അങ്ങോട്ട് വാ, അതല്ലേ എന്റെ മര്യാദ. അയ്യോ, സാറ് പറഞ്ഞാ പിന്നെ അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ആ. മക്കളല്ലേ? ഓർമ്മയുണ്ടല്ലോ. പോടാ അവിടുന്ന്. പിന്നെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് പരിപാടി ഇറങ്ങിയ, അല്ലെങ്കിൽ ഇന്ന് തന്നെ കൂടാ. അടുത്ത ഞായറാഴ്ച ഏറ്റിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ആ അമ്മണിക്കുട്ടി, മാസമാണല്ലേ? വരട്ടെ. ഫോട്ടോ ആൻറ്റി. ഓക്കേ. ഓക്കെ. വാ. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കണക്ക് ഈ വീടൊക്കെ മതിയാവൂലടാ. പിന്നെ ഇത്രയും ചുളു വാടകയ്ക്ക് എങ്ങനെ ഒപ്പിച്ചെടുത്തു? അതാ ഈ തൊപ്പിയുടെ ഒരു ബലം. ആ ശരിയാ, നമ്മുടെ നാട്ടിലെ പോലീസ് ഓഫീസർമാര് തൊപ്പി കൊണ്ട് സ്വന്തം കാര്യം സാധിക്കാണല്ലോ പതിവ്. ഡാടാ ധാരാളടാ. വാ വാ, കാപ്പ് കുടിക്കാം. അയ്യേ, ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ആദിത്യ മര്യാദയെ പറ്റി ഒരു ചുക്കും ചുണ്ണാൻ പോറിയില്ല. ഭർത്താവിന്റെ ആത്മസുഹൃത്തും ഭാര്യയും മോനും കൂടെ വന്നിട്ട് കണ്ടില്ലേ, ബിസ്ക്കറ്റും നാരങ്ങാ വെള്ളവും. ഇവിടെ ഭാര്യത്തെയും സംഗതി മോറായി പോയല്ലോ. അയ്യോ, ഇത് മതിയെന്ന് ചേച്ചി പറഞ്ഞിട്ട്. താനെ പരിഭ്രമിക്കണ്ട. പുള്ളിക്കാരൻ ചുമ്മാ എരിവ് കൂട്ടാൻ പറയുന്നതാ. നാലാളുടെ സദസ് വെച്ചൊരു ഫലിതം പറഞ്ഞില്ലെങ്കിൽ അന്ന് എന്റെ കെട്ടിന് ഉറക്കം വരത്തില്ല. എടാ ജെയിംസേ, നിന്റെ പെണ്ണും പിള്ള മോശമല്ലല്ലോ. ഗുലാലിട്ടവനാണല്ലോ വെട്ടിയത്. എന്നാലും എന്റെ അമ്മണിക്കുട്ടി, ഇവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അവമാനിക്കണമായിരുന്നു. ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? കേട്ടറാണി, ഈ ആണുങ്ങൾക്ക് ഭയങ്കര അസൂയ. നമ്മളൊരു ഫലിതം പറഞ്ഞാൽ അവർക്ക് സഹിക്കത്തില്ല. ഉടനെ തുടങ്ങും മുഖം ചോക്കാനും മുറുമുറുക്കും. ജെയിംസേ, വീണ്ടും ഗുലാനിട്ട് വെട്ടിയിരിക്കുന്നു. ചുമ്മാ ഇരാശനെ, വെറുതെ ഇറക്കി നോക്കുകയല്ലേ. ഇതിപ്പോ ഏത് പോലീസാണ് അറിയാത്തത്? അത് എനിക്കിട്ടൊരു വെപ്പാണല്ലോ. ഈ നാട്ടുകാർക്ക് മുഴുവൻ റോട്ടിയിട്ട് മുട്ടാനുള്ള ചെണ്ടയാണോ പോലീസുകാരെ? എന്റെ പൊന്നാശാനെ, ഞാനത് ഓർത്തില്ല. മാപ്പ്. റാണിക്കറിയോ, പണ്ട് കൊച്ചുനാളിലെ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. അന്നിവ സ്ഥിരം കള്ളനാ. ഇപ്പൊ ഇനി ഉടുപ്പൊക്കെ ഇട്ട് സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ ആയി പത്രാസ് കാണിക്കുമ്പോ സത്യത്തിൽ എനിക്ക് ഉള്ളി ചിരിയാ. നോക്ക്, ഇപ്പോഴും മുഖത്തായ കള്ളലക്ഷണം പോയിട്ടില്ല. കള്ളൻ. മതിലാത്തി അടിച്ചത്. ബിസ്ക്കറ്റ് എങ്കിൽ ബിസ്ക്കറ്റ്. റാണി കഷ്ടപ്പെട്ട് കൊണ്ടുവച്ചിട്ട് അതൊന്ന് രുചിച്ചു നോക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ രുചിയാ. മോനെ, അപ്പോഴേ ജെയിംസേ, ഇവിടെ വന്നിട്ട് സിറ്റിയിലൊക്കെ അലഞ്ഞു തിരിയാൻ എന്നെ കിട്ടുന്നില്ലെന്ന് എന്റെ ഭാര്യ അദ്ദേഹത്തിന് വലിയ പരാതി. എനിക്കതിനൊട്ട് സമയമില്ല. അതുകൊണ്ട് നിന്റെ ശ്രീമതിയെ ഒരു ദിവസത്തേക്കൊന്ന് വിട്ടു കിട്ടണമെന്ന് റാണിക്കൊരാഗ്രഹം. റാണിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നോ? അതുകൊണ്ടാ ഞങ്ങൾ ഭർത്താക്കന്മാർ അറിയണ്ടെന്ന് കരുതിയോ? അങ്ങനെ ഇപ്പൊ വേണ്ട. എടാ സുധി, ഇവരെ ഒറ്റയ്ക്ക് അങ്ങനെ വിടണ്ട, നമുക്കൂടെ പോവാം. അയ്യോ ജെയിംസേ, നീ വെറുതെ ഒരു പുലിവാലൊന്നും ഉണ്ടാക്കല്ലേ. നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കൂടെ വന്നാല്? അത് ശരിയാ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഡാഡി, ഞാനും വരും. സുധി, ഇനി കീഴടങ്ങേ നിവൃത്തിയുള്ളൂ. നീ ഈ കുഴപ്പം എല്ലാം ഉണ്ടാക്കിയത്. ശരി, എന്തെങ്കിലും ആട്ടെ, പോവാ. പിന്നൊരു കാര്യം, എന്റെ സാമ്രാജ്യത്തിന് പുറത്ത് എവിടെങ്കിലും ആണെങ്കിൽ മാത്രം നോക്കാം. ദാറ്റ്സ് ആൻ ഐഡിയ. ഞാനൊരു സ്ഥലം പറയാം, മനോഹരമായ സ്ഥലം. മുതലാളിയുടെ ഒഴിഞ്ഞ ബംഗ്ലാവില്ലേ ബീച്ചില്, ഇവിടെ ഒരു 10 മൈൽസ് ഡ്രൈവ്. താനിപ്പോ എന്റെ കസ്റ്റഡിയില്ല. ഒരു ചെറിയ ഭാർഗവ വിനിമയമാണ്, എങ്കിലും സംഗതി പരമസുഖം. ഓക്കെ, സമ്മതിച്ചു. എന്ത് പറയുന്നു?
എഡ്വേർഡ് സാഹിബിന്റെ ഒഴിവുകാല സങ്കേതമായിരുന്നു ഈ ബംഗ്ലാവ്. ഇതിനെ ചുറ്റിപ്പറ്റി പലരും പറഞ്ഞു കേട്ട ഒരുപാട് കഥകളുണ്ട്. മൂപ്പിൽ സാ ഒരു കൊച്ചു ശ്രീകൃഷ്ണനായിരുന്നു അത്രേ. ഒരു ദിവസം രാത്രിയില് അങ്ങേര് പണ്ട് ഉപേക്ഷിച്ച ഒരു പെൺകുട്ടി ഇതിന്റെ മുമ്പിൽ കെട്ടിത്തൂങ്ങി ചത്തു. സാഹിബ് പേടിച്ച് വരണ്ട് അന്ന് തന്നെ ആരും അറിയാതെ സ്ഥലം വിട്ടു. പിന്നെ ഒരുപാട് കാലം പൂട്ടിക്കിടന്നു. ഒടുവിൽ സർക്കാർ ഏറ്റെടുത്ത് ലേലം ചെയ്തപ്പോ മുതലാളി വാങ്ങിച്ചു. വല്ലപ്പോഴും ഒരിക്കൽ ഒളിച്ചു താമസിക്കാനും ബിസിനസ് കാര്യത്തിന് വേണ്ടി വരുന്ന അതിഥികളെ സ്വീകരിക്കാനുമാണ് മുതലാളി ഇത് ഉപയോഗിച്ചിരുന്നത്. അസുഖമായപ്പോ മുതലാളി താക്കോൽ എന്നെ ഏൽപ്പിച്ചു. ഒളിച്ചു താമസിക്കുന്ന പതിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല. പിന്നെ ഇന്നൊരു പിക്നിക്കിന്റെ മൂടായതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം നിർദ്ദേശിച്ചത്. ഏതായാലും എഡ്വേർഡ് സാഹിബിന് നന്ദി. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവരവിടെ ഒറ്റയ്ക്കല്ലേ. അയ്യോ, കഥയുടെ സുഖത്തിലെ ഒരു കാര്യമൊക്കെ മറന്നുപോയി. ലേശം പിടിപ്പിച്ചോ? അയ്യോ വേണ്ട, ചുമ്മാ അടിക്കുന്നേ. പിക്നിക്കല്ലേ, ഒരു മൂഡ് കിട്ടും. അതിപ്പോ എങ്ങനെ ഗ്ലാസും വെള്ളമൊന്നും ഇല്ലാതെ? പിന്നെ ഈ സമയത്ത് ആരെ ഗ്ലാസും വെള്ളം കൊണ്ട് കിടക്കുന്നത്? പായം തുറന്നേ, ഒരു വെള്ളം കൊണ്ട് കഴിക്കും. എവിടെയായിരുന്നു രണ്ടുപേരും? അതെ അമ്മക്കുട്ടി, ഇവിടെ അടുത്ത് എവിടെയോ ഒരു കാട്ടില് നല്ല കുക്കിനെ കിട്ടുമെന്ന് കേട്ടു. അന്വേഷിച്ചു പോയി. അയ്യോ, എന്നിട്ട് എവിടെ? എന്റെ അമ്മണിക്കുട്ടി ഒരു അബദ്ധം പറ്റി. തോക്കില്ലാത്തോണ്ടേ വെടി വെച്ചില്ല. വിശക്കുന്നില്ലേ? പിന്നെ ഒരാനെ കിട്ടിയ ഒറ്റയ്ക്ക് പിന്നെ. ദാ. എന്റെ പൊന്നു മോനെ അതൊന്ന് നിർത്ത്. ഈ തട്ടുവിളിപ്പം സാധനം കേട്ട ഉള്ള മൂടോടെ പോകും. ഇത്തിരി സംഗീതം ഈ മൂഡിന് നല്ലതല്ലേ? ഇതാണോ സംഗീതം? സ്ഥാനത്തും അസ്ഥാനത്തും ഊക്കലും തട്ടലും മുട്ടലും. നമ്മുടെ നാട്ടിൻപുറത്ത് ഈ ജോലി പതിവായിട്ട് ചെയ്യുന്ന ഒരു വർഗമുണ്ട്. കുറുക്കരെന്ന് പറയും. എടാ ജെയിംസേ, ഞാൻ ഒരു സ്വകാര്യം പറയാം. എന്റെ ഭാര്യ അദ്ദേഹം അല്പസ്വല്പമൊക്കെ പാടുമെന്നാ പറയുന്നത്. കോളേജിലേക്ക് പാടിയിട്ടുണ്ടെന്നോ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്നോ ഒക്കെ. ആഹാ, ശുദ്ധ സംഗീതം മുമ്പിൽ നിന്നിട്ടാണോ ഈ ശബ്ദ മലിനീകരണം? പാട്. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. ആഹാ, കണ്ട അലവലാതെ ആമ്പിള്ളാടുമ്പോ മൈക്കും പിടിച്ചുമ്പോ എനിക്ക് പാടാം. നിന്റെ സ്വന്തം ഭർത്താവായ ഞാൻ പറയുമ്പോ നിനക്ക് വയ്യ. ജെയിംസേ, വാശിക്കാണെങ്കിൽ അല്പസ്വല്പമൊക്കെ ഞാനും പാടും. അയ്യോ എന്റെ പൊന്നു പോലീസേ, ചതിക്കല്ലേ. നിന്റെ പാട്ട് കുറെ ഞാൻ കേട്ടിട്ടുള്ളതാ. എന്ത് ശിക്ഷ വേണേലും നീ വെച്ചോ. പാട്ട് മാത്രം പാടില്ല എന്റെ പൊന്നെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ പാട്ട് പരിപാടി ഉപേക്ഷിക്കാം. ചാപ്പിടുന്നോ. അല്ലേ, പുത്രനെ ഉറക്കി കിടത്തി പിതാവ് ഹോംവർക്ക് ചെയ്ത് കൊടുക്കാണോ? നാളെ എന്റെ മോനെ മാഷറേയും തല്ലുവിളിക്കാനല്ലേ? ഒരു കുഴപ്പമില്ല, ഞാൻ അവന്റെ കൈയക്ഷരത്തിൽ തന്നെ എഴുതുന്നേ. അവൻ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്ത അവൻ എങ്ങനെയാ പഠിക്കുക? അതൊക്കെ അവൻ പഠിച്ചോളും. അവൻ എന്റെ മോനാ. നിങ്ങൾ അവനെ വഷളാക്കും. കുട്ടികൾ അല്പം വഷളനായിട്ട് വളരുന്നതാ നല്ലത്. എന്നാലേ അവർ വലുതാവുമ്പോ ജീവിക്കാൻ പഠിക്കും. ചെറുപ്പത്തിൽ ഞാൻ എത്ര വഷളനായിരുന്നു നിനക്ക് അറിഞ്ഞൂടെ? ഒന്ന് പതുക്കെ പറ, ആരും കേൾക്കണ്ട. അമ്മണിക്കുട്ടി, എന്റെ മോനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ജീവിതത്തെ അതിന്റെ എല്ലാ നിർഭേദങ്ങളോടും കൂടി നോക്കിക്കാണാൻ വളരുമ്പോഴേ അവന് കഴിയണം. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളോ അതുപോലുള്ള സാഹചര്യങ്ങളോ അവനുണ്ടാവാൻ പാടില്ല. ചെറുപ്പത്തിൽ എനിക്ക് ലഭിക്കാതെ പോയ അന്തരീക്ഷം എന്റെ മോന് ലഭിക്കണം. സ്വയം തെരഞ്ഞെടുക്കുന്ന വഴികളിലൂടെ അവൻ വലിയൊരു മനുഷ്യനാവണം. മോനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു. അപ്പൊ മോളോ? മോളോ? ഏത് മോളോ? നമ്മുടെ മോളോ? നമുക്കൊരു മോളൂടെ വേണ്ടേ? അത് വേണ്ട മണിക്കുട്ടി, നമുക്കൊരു കുട്ടി മതി. അയ്യോ, അത് പോരാ. രണ്ടെണ്ണല്ലേ അതിന്റെ ഒരു കണക്ക്? എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന മുഴുവൻ സ്നേഹവും നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു.
അത് പങ്കിടാൻ ഇപ്പൊ നമുക്കൊരു മോനുണ്ട്, അത് മതി. എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് നിനക്ക് പകരം തരാൻ എന്റെ അടുത്ത് ഈ അല്പം സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനി അത് പങ്കുവെക്കണം അമ്മക്കുട്ടി. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ മോളെ. എന്തൊരു കൊടിഞ്ഞതാണെന്ന് നോക്കണേ, വലിയ കഷ്ടമായി. എന്ത് പറ്റി രാവിലെ? ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. എന്നാൽ എന്നെ പറ്റി യാതൊരു കൺസിഡറേഷനും ഇല്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞെന്ന് ഓർക്കുമ്പോഴാ. കാര്യം എന്താന്ന് വെച്ചാ പറ. ഒരേ ഒരു മോള്, അതും അമ്മ ഇല്ലാതെ വളർന്നതാ. അപ്പൊ പിന്നെ അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ച് സാധിച്ചു കൊടുക്കുന്നതിന് പകരം ഒന്ന് തെളിച്ചു പറ എന്റെ കൊച്ചെ. ഈ ഡാഡി ചെയ്ത പണി നോക്കണേ ചേച്ചി. ഞാൻ എന്റെ കൂട്ടുകാർക്ക് വാക്ക് കൊടുത്ത തീർച്ചയായിട്ടും ടൂറിന് ചെല്ലാമെന്ന്. ഡാഡിയും സമ്മതിച്ചതാ. അവസാന നിമിഷത്തിൽ കാലം മാറിക്കളഞ്ഞു. പ്രിൻസിപ്പലിനെ ഫോണിൽ വിളിച്ച് പറയാൻ എന്നെ അയക്കാൻ നോക്കത്തില്ലെന്ന്. ഞാൻ ഇനി എങ്ങനെ എന്റെ ഫ്രണ്ട്സിന് മുഖത്ത് നോക്കും? ഈ നിസ്സാര കാര്യത്താണോ ഇത്രയും ബഹളം നിൽക്കുന്നത്? കൊള്ളാം. നിസ്സാര കാര്യമോ? ബോംബെ, ആഗ്ര, ഡൽഹി, നോർത്ത് ഇന്ത്യ മുഴുവനും 15 ദിവസത്തെ പ്രോഗ്രാം. അത്രയും ദിവസം ഡാഡിക്ക് മോളെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കും. എന്താ ഇവിടെ ഒരു പ്രശ്നം? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? സാറിനെ ഒന്ന് കാണാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് വലിയ വാചകമൊക്കെ അടിച്ചു പോയതല്ലേ ഡാഡി എടുത്ത് റെക്കമെൻഡ് ചെയ്യാന്ന്. എന്നിട്ട് എന്തായി? കമ്പനിയുടെ ചാർജ് മാത്രമേ ജെയിംസ് കുട്ടിക്കുള്ളൂ എന്നും പറഞ്ഞ് ഡാഡി നിഷ്കരണം ഹർജി തള്ളി. ചേച്ചി, ചുമ്മാ പുളുവടിക്കാനല്ലേ ചേട്ടനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ദേ, എന്റെ ഭർത്താവിന് എന്തേലും പറഞ്ഞുണ്ടല്ലോ. ആ, അയ്യ, ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോ ഭാര്യയുടെ നിറം മാറിയത് കണ്ടില്ലേ? ഞങ്ങളെ മാതൃകാ ദമ്പതികളാണ്. സമ്മതിച്ചു. ഉം. ബൈജുമോൻ എന്തി? അവൻ മോളിൽ നിന്ന് ക്രിക്കറ്റ് മന്ത്രി കേൾക്ക. ഇപ്പോഴത്തെ പിള്ളേര് ജനിച്ചു വീഴുന്നത് തന്നെ ബൗണ്ടറി എന്നും ബൗളിംഗ് എന്നും പറഞ്ഞു. അപ്പഴേ ഞാനങ്ങ് മുകളിലോട്ട് പോവാ. നമുക്ക് പിള്ളേരായിട്ടുള്ള കമ്പനി മതി. നിങ്ങൾ ഇവിടെ മാതൃകയായിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്നോ. ബൈജുമോനെ. ഹായ് മത്സരേ. നീ രവിശാസ്ത്രി 3 സിക്സർ അടിച്ചു. ഓ, ആന്റിക്ക് രവിശാസ്ത്രിയാണോ അസുറുദ്ദീനാണോ ഇഷ്ടം? ആന്റിക്ക് ബൈജുമോനെ ഇഷ്ടം. ആ, അപ്പോഴേ ഇന്ന് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ടൗണിൽ പോയി ആന്റിക്ക് 2-3 പുസ്തകം വാങ്ങണം, ബൈജുമോന് കോമിക്സ് വാങ്ങണം, വീഡിയോ ലൈബ്രറി പോണം, ദാസ് പ്രകാശ് പോയി ഐസ്ക്രീം തിന്നണം. ഐസ്ക്രീം.
എന്ത് പറ്റി? വണ്ടി തിരിക്കാനായി ബാക്കിലോട്ട് എടുത്തതാ. മേ ഹെൽപ്പ് യു? ഇഫ് യു ഡോണ്ട് മൈൻഡ്. എടുത്തു. സോറി, ഫസ്റ്റ് ഗിയറിലിട്ടു. ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുത്താൽ മതി. നന്നായിട്ട് റേസ് ചെയ്യണം. എടുത്തോ. അയ്യോ, എന്ത് പറ്റേ? ഓ സാരമില്ല, നിങ്ങൾ വെക്കും. സാരമില്ലെന്നേ, നടുവിന് ചെറിയൊരു വേദന ഉണ്ടെന്നേ ഉള്ളൂ. അതാനെ വെക്കോളൂ. വല്ല ഹോസ്പിറ്റലിൽ മറ്റോ? ഓ വേണ്ട. ഓവർബ്രിഡ്ജിന്റെ അതിലൂടെയാണോ പോകുന്നത്? അതെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യാം. ഓ ഷുവർ. സാധാരണ ബീച്ച് വരാറുണ്ട്? ഉണ്ട്. ഒറ്റയ്ക്ക് ഉണ്ടാവും? മിക്കവാറും ഫ്രണ്ട്സ് കാണും. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഉഷ ചെറിയാൻ. പഠിക്കുകയാണോ? അതെ, വിമൻസ് കോളേജിൽ. അല്ല, എപ്പോഴും ഈ സെൽഫ് ഡ്രൈവ് ആണോ? അതാണ് ഇഷ്ടം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. ആ, ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. അല്ല, മിസ് ഉഷ എന്നെ കുറിച്ച് ഇതുവരെ ചോദിച്ചില്ല. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ തന്നെ പറയാം. ഐ എം വർമ്മ, ദിനേശ് വർമ്മ. സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു. ബോറടിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ പ്രായമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ, അവിവാഹിതൻ. സോറി, ഐ എം എൻഗേജ്ഡ്. യു ആർ റിയലി സ്മാർട്ട്. ആ കാണുന്നതാണ് എന്റെ വീട്. ആ ഗേറ്റിന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കോളൂ. ഇവിടെ വിരോധമല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ട് വാ. താങ്ക്സ്. പിന്നീട് ഒരിക്കലാകാം. അത് ഫോർമാലിറ്റിക്ക് പറയുന്നതല്ലേ. അമ്മയൊന്ന് പരിചയപ്പെടാമല്ലോ. ഓക്കെ. വീട് പൂട്ടിയിരിക്കുന്നല്ലോ. ഈ അമ്മ എവിടെ പോയതാ? അല്ല, ഇത് പതിവാ. അപ്പുറത്ത് ഏതെങ്കിലും വീട്ടിൽ കാണും. ഒരു താക്കോൽ എന്റെ അടുത്തുണ്ട്. വരൂ, പ്ലീസ് കം. ഇങ്ങോട്ടിരിക്കൂ. Come on, take a seat. താങ്ക്സ്. എന്താ ഇപ്പോഴും വേദനയുണ്ടോ? ചെറുതായിട്ട്. മാറുമെന്നാ കരുതിയത്, പക്ഷെ ഇപ്പോഴും ഒരു പിടുത്തം. ഏതായാലും വൈകിട്ട് ഡോക്ടർ ഒന്ന് കണ്ടോളെ. അയ്യോ, സോറി കേട്ടോ. ഓ, ഇത് സോറി പറയാൻ എന്തിരിക്കുന്നു. അല്ല, ബോറടിക്കുന്നു. ഈ അമ്മ വന്നിറങ്ങി ഒരു കപ്പ് കാപ്പി ഇട്ട് തന്നെ. ഓ, എനിക്കൊന്നും വേണമെന്നില്ല. അത് പറ്റില്ല. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു കപ്പ് കാപ്പിയെങ്കിലും തന്നില്ലെങ്കിൽ അത് മോശമല്ല. തന്നെയല്ല, ഒരു കപ്പ് എനിക്കും കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഉണ്ടാക്കാം കാപ്പി. അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കേട്ടോ, എനിക്കാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി യാതൊരു വിവരവുമില്ല. സാധനങ്ങളെല്ലാം അടുക്കളയിലുണ്ട്. സെക്കൻഡ് വൺ ഈസ് കിച്ചൺ. ഓക്കെ, ഐ വിൽ ഗെറ്റ് യു ഗുഡ് കോഫി. പ്ലീസ്.
ഹലോ, അതെ, എന്ത്? ജസ്റ്റ് എ മിനിറ്റ്. സാർ ഫോൺ. യെസ്. എവിടെ? ബീച്ചിലോ? ഏത് ഭാഗത്ത്? ആ, ഞാൻ ഉടനെ വരാം. ക്രൗഡിന്റെ ശല്യമില്ലാതെ നോക്കണം. റാണി എന്താ ഇവിടെ? ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ബസ് കാത്ത് കുറെ നേരം നിന്നു. കാണാതായപ്പോ നടക്കാന്ന് വെച്ചു. ഈ പൊരുവേലത്തോ? ദൂരം കുറയില്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കമോ. ആഹാ, ഇനിയും കളിച്ചോണ്ടിരിക്കുക. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. ഇതൊന്ന് തീർത്തോട്ടെ. മഴ വരാൻ പോകുന്നു തോന്നുന്നു. എങ്കിൽ രക്ഷപ്പെട്ടു. ലൈറ്റ് എടുത്ത് കിടക്കാം. വാ. ആ, അയ്യോ, തുണി വിളിച്ച് പുറത്തിട്ടിരിക്കുക. ഞാൻ പോയി എടുത്തിട്ട് വരാം. ശരി. 5 മിനിറ്റ്. എന്തു പറ്റി? ഒന്നുമില്ല. മുഖം നല്ലതായിരിക്കുന്നല്ലോ. പേടിച്ചു പോയോ? നിന്നോട് ആരാ പറഞ്ഞ ഇടിയും മിന്നലും ഉള്ളപ്പോ തനിച്ച് ടെറസിൽ പോവാൻ? ഇനിയും പേടിക്കണ്ട, അടുത്ത് ഞാനുണ്ടല്ലോ. ആ, നമ്മളെപ്പോഴാ വീട്ടിൽ പോണേ? എന്താ ഇത്ര പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ചുമ്മാ അമ്മയൊന്ന് കാണാമല്ലോ എന്ന് കരുതി. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഉടനെ അങ്ങനെ ലീവ് ഒന്നും കിട്ടത്തില്ല. എനിക്കെന്തോ ഇവിടെയും ബോറടിച്ചു തുടങ്ങി. നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നാട്ടിലായിരുന്നപ്പോ അവിടെ ബോർ, ഇങ്ങോട്ട് വന്നിട്ടൊന്നും ഉറച്ചില്ല, അതിനു മുമ്പ് ഇവിടെയും ബോർ. അല്ല, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക, എന്താ എന്റെ ഉദ്ദേശം? ഓ, അപ്പോഴേക്ക് കരയാൻ തുടങ്ങിയോ? ബാബാ, മോള് കരയാതെ ബാ. ബഹളം വെക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം.
വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി നീ ഒളിച്ചാലും നിന്നെ എനിക്ക് അയ്യോ, ഒന്നും പറയണ്ട. ഇന്നത്തെ കൈനീട്ടം കൊള്ളാം. ടിക്കറ്റിങ്ങും ട്രാൻസ്പോർട്ട് ബസിന് കല്ലേറും. വിദ്യാർത്ഥി യൂണിയന്റെ വക. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറഞ്ഞ പുന്നാര മക്കൾ ഒരെണ്ണം കേൾക്കണ്ടേ? അവസാനം 2 പൂശി വല്ലാത്ത ക്ഷീണം. ഏതായാലും ഇതിലല്ലേ തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. നീ ഊണെടുത്ത് വയ്ക്ക്. എന്തു പറ്റി? നീ വല്ല ഡള്ളായിരിക്കുന്നു. വല്ലാത്ത തലവേദന, തീരെ വയ്യ. എങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വരുന്നില്ലേ? മാറിയില്ലെങ്കിൽ വൈകിട്ട് ചേട്ടൻ വന്നിട്ട് പോവാന്ന് കരുതി. ഞാൻ വരാൻ വൈകും. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കഴിച്ചോളാം. നീ വേഷം മാറ്, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. താങ്ക്സ്. ഞാൻ പിന്നെ വരാം. കൊള്ളാം. ഇതുവരെ വേഷം മാറിയില്ലേ? ചെല്ലേ. ഇനി പോണ്ട, തലവേദന പോയി. അത് കൊള്ളാമല്ലോ. വന്ന് തലവേദനയ്ക്ക് യാതൊരു മര്യാദ ഇല്ലെന്നായോ? തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക. നമ്മുടെ നാടിന് പറ്റുക തന്നെ. വാ വല്ലതും കഴിക്കാം. വാ. ആരാ നോക്കി? ചെല്ലേ. വരൂ. എല്ലാത്തിനും ഒതുക്കിയോ? എന്റെ പൊന്നു സാറെ, അവിടെ നിൽക്കാൻ മേല. പിടിച്ചകത്തിട്ട ഒരുത്തനും ആടേക്ക് കിടക്കുന്നില്ല. ലോക്കപ്പ് ഏതാണ്ട് ക്ലാസ് കൂടിയാണ് അവന്റെ വിചാരം. കൂകലും ബഹളവും ചീത്തവിളിയും. ഒന്ന് പെരുമാറി നോക്കാമെന്ന് വിചാരിച്ചാൽ പഴയ കാലം മറ്റാണോ? ഇപ്പോഴേ എല്ലാരും കൂടി പറയുള്ളൂ വിശക്കൂടി ചോറ് വാങ്ങിച്ചു കൊടുക്കാൻ. അവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ എങ്ങനെയാ ഉള്ളുന്നത്? താനവരെ ഉപദ്രവിക്കാനൊന്നും നിൽക്കണ്ട. എല്ലാത്തിന്റെയും പേരും അഡ്രസ്സും എഴുതിയെടുത്ത് ഓരോ ചായം വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞയച്ചേര്. നാളത്തെ MLA മന്ത്രിയൊക്കെ ആകേണ്ടവനാ. ചെല്ലേ. യെസ് സർ. ഒരു കുടുംബമാകുമ്പോ എല്ലാവർക്കും ചിലതൊക്കെ ചെയ്യാം. ഞാൻ മാത്രം അടുക്കള കിടന്ന് ഇങ്ങനെ നിരങ്ങണമെന്നില്ല നിർബന്ധം. ഒന്നും പറയുന്നില്ല റാണി. ഇവിടെ ഒരു അച്ഛനും മോനും ഉണ്ട്. അച്ഛന്റെ വിചാരം മോനെക്കാട്ടിലും കുഞ്ഞാണെന്നാ. 2 പേർക്ക് ഒരു ശ്രദ്ധയില്ല. എന്നെ പട്ട് പിടിപ്പിക്കും. റാണി ഇരിക്കും, ഞാൻ ഇത് നനച്ചു വെച്ചിട്ട് ഇപ്പൊ വരാം. ഈ പരിക്കാത്തോട് നടപ്പ് ഞാൻ നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ കോട്ടയത്ത് നിന്നേനെ. ആണെന്ന വിചാരം പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ലെന്ന. പരദൂഷണം പേന്നോക്കലും അല്ലാതെ. റാണിക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ഞാൻ ഇപ്പൊ ചായ ഉണ്ട്. എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. ശരി. ആഹാ, ചേച്ചി പോന്നു. കുറച്ചു നേരം വീട്ടിലേക്ക് വരാൻ തന്നെ കണ്ടില്ലല്ലോ. വരാൻ കുറച്ചു വെള്ളം എനിക്കും വേണം. ഈ ബൈജുവിന് പുറകോടി ക്ഷീണിച്ചു. മമ്മി കാപ്പി. സാഹിബിന്റെ സവാരി കഴിഞ്ഞോ? ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, റാണി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോണായിരുന്നു. ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോന്ന് കരുതി. പണി പറ്റിച്ച. കൺഗ്രാറ്റുലേഷൻ. അയ്യോ, അതൊന്നുമല്ല. പിന്നെ കുറെ ദിവസമായി വല്ലാത്തൊരു നെഞ്ചരിച്ചൽ. ചേച്ചി നാളെ വീട്ടിലേക്ക് വരൂ. ഒറ്റയ്ക്ക് പോണ്ടല്ലോ എന്ന് കരുതിയ.
അത്രേ ഉള്ളോ? ശരി, ഞാൻ വരാം. കേട്ടോ മിസ്റ്റർ സുധാകരൻ, വന്ന് ഞാനിപ്പോ കാഴ്ചബംഗ്ലാവിലെ മൃഗത്തിന്റെ അവസ്ഥയിലായിരിക്കുക. ജെയിംസും ഡോക്ടറും കൂടെ എന്നെ ഒരു കൂട്ടിലിട്ട് അടച്ചിരിക്കുക. പകലിടന്നുറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പാടില്ല. ഇപ്പൊ കണ്ടോ, 2 ഗ്ലാസ് ഞാൻ കഴിച്ചെങ്കിലൊന്ന് പേടിച്ച ഒടുവിൽ കുളിപ്പിച്ച് കുഞ്ഞില്ല എന്നുള്ള അവസ്ഥയിലേക്കാകും കാര്യങ്ങൾ. അത് പിന്നെ മുതലാളിയുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോ വേണ്ട, തന്റെ ഉപദേശവും ഡോക്ടറുടെ നിർദ്ദേശവും കൂടിപ്പോയതിനാണ് ഞാൻ ഈ നിലയിലായത്. കേട്ടോ സുധാര, ഞാനേ ഒരു ചോട്ടാ മുതലാളിയായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയായിരുന്നു. ഇയാള് വന്നതോടെ കമ്പനിയൊക്കെ വലുതായി, ലാഭവും കൂടി, പിന്നെ കമ്പനിയൊക്കെ പ്രസവിക്കാൻ തുടങ്ങി. ഒടുക്കം ലോകോട്ടുക്ക് ബ്രാഞ്ച്, പിന്നെ ഇൻകം ടാക്സ് ആയി, കുന്നമായി, കുടച്ചക്രമായി, ഇല്ലാത്ത ടെൻഷനോ. ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. എന്നെ തൂക്കിക്കൊല്ലാനും പോകുന്നില്ല. ഞാൻ തിരിച്ചു വരും. ഞാൻ വരുന്നവരും നീ കാത്തിരുന്നില്ലെങ്കിൽ നടക്കണം. സുധിയേട്ടനും സുധിയേട്ടന്റെ വീട്ടുകാരും അറിയാതിരിക്കാൻ വേണ്ടി അച്ഛൻ എല്ലാം രഹസ്യമായി വെച്ചു. ആദ്യ രാത്രി തന്നെ എല്ലാം സുധിയേട്ടനോട് തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും സുധിയേട്ടനൊന്നും അറിയില്ല. അയാൾ വീണ്ടും വന്നിങ്ങനെ ശല്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നും അറിയാതെ ഞാൻ റാണി തെറ്റിദ്ധരിച്ചു. റാണിക്ക് എന്നോടൊന്നും തോന്നരുത്. അയാൾ വീണ്ടും വരും. എങ്ങനെ നേരിടണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഇനിയും ഇങ്ങനെ വേപ്പം മുട്ടി കഴിയാൻ എനിക്ക് വയ്യ. ഞാൻ എല്ലാം സുധീട്ടനോട് പറയാം. വേണ്ട റാണി, ഇപ്പൊ മറ്റാരും ഇതറിയണ്ട. ആണുങ്ങളാണ്. എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചാൽ വേണ്ട. തൽക്കാലം നിന്റെ സഹായത്തിന് ഞാനുണ്ടാകും. ഒരു പീറ പയ്യനെ പേടിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് ജീവിക്കാതെ പറ്റില്ലല്ലോ. നീ വിഷമിക്കണ്ട. എന്താണ് വേണ്ടതെന്ന് നമുക്ക് നന്നായി ആലോചിച്ച് തീരുമാനിക്കാം. കരയാതെ. കേട്ടോ? കേട്ടോന്നു? അയ്യോ കേട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഓർക്കുമായിരുന്നേ, എന്തോന്നു? കല്യാണത്തിന് മുൻപ് ഒരു പെണ്ണിനൊരു പുരുഷനുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് തെറ്റാണോ? ചോദ്യം മനസ്സിലായില്ല. ഒരു സാധാരണ പെൺകുട്ടി, അവളുടെ പുറകെ ചുറ്റി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പ്രേമിക്കുന്നെന്നും പറഞ്ഞ് അവൻ അവളെ നിരന്തരം ശല്യപ്പെടുത്തുന്നു. അവക്കാണെങ്കിൽ അയാളെ തീരെ ഇഷ്ടമല്ല. ഒരുവിധം രക്ഷപ്പെട്ട് അവൾ വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് കല്യാണത്തിന് ശേഷവും അവൻ അവളെ പിന്തുടരുന്നു. ഈ സംഭവങ്ങളൊന്നും ഭർത്താവ് അറിയുന്നില്ല. പാവം, ആ പെണ്ണ് ആകെ ധർമ്മസങ്കടത്തിലാണ്. ഭർത്താവ് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനാണെങ്കിൽ ഒരു കൊലപാതകം ഡെഫിനറ്റ് ആണ്. അല്ല, ശ്രീമതി ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ സംഗതി കുറച്ച് വിഷയമായിരിക്കണമല്ലോ. ആരാ കക്ഷി? എനിക്കറിയില്ല. അറിയില്ലേ? പിന്നെ 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 ഞാൻ ആഴ്ചപ്പുറത്ത് വായിച്ച ഒരു കഥയാ. എന്നാലും എന്റെ അമ്മണിക്കുട്ടി, ഈ പാതിരാത്രി നേരത്ത് ഉറക്കത്തേന്ന് വിളിച്ചെണീപ്പിച്ച് എന്നെ ഇങ്ങനെ വധിക്കണമായിരുന്നോ? എന്തോ ആ പെണ്ണ് എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ആഹാ, അത്രയ്ക്ക് രസമുള്ള കഥയാണെങ്കിൽ ആഴ്ചപ്പുറത്ത് നിർത്തുണ്ടോ? ഞാനൊന്ന് വായിക്കാം. അത് അപ്പുറത്തെവിടെയും കാണും. നാളെ എടുത്തുതരാം. എങ്കിൽ ആ പെണ്ണെ അങ്ങ് വിട്ടേച്ച് കിടന്നുറങ്ങാൻ നോക്കെന്റെ അമ്മണിക്കുട്ടി.
അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടിയേ. ദാ വരുന്നേ. ഹാ. വേണ്ടേ? വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഭാര്യ അദ്ദേഹത്തിന് വിട്ടുതന്നിരിക്കുന്നു. എന്താണാവോ അത്യാവശ്യമായിട്ടൊരു ഷോപ്പിംഗ്? ബുധനാഴ്ച ബൈജുമാന്റെ പിറന്നാളാ, കുറച്ച് ഡ്രസ് എടുക്കാമെന്ന് അത് കൊള്ളാം. പിറന്നാൾ രഹസ്യമായിട്ട് കൊണ്ടാടാനുള്ള പരിപാടിയാ. ഔദ്യോഗിക ക്ഷണം പുറകെ വരും. ജെയിംസ് ഇവിടെ? പിതാവും പുത്രനും കൂടെ പാന്റും ഷൂ ഒക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പരിശുദ്ധാത്മാവും കൂടെ ചെന്നോ സഹായിക്കാൻ വിചായിരുന്നു. ജെയിംസേ, ഒന്ന് ഇറങ്ങി വേണ മതി എന്റെ മുടിഞ്ഞ ഒരു ഒരുക്കം. അയ്യോ എന്റെ പൊന്നേമാനെ വരുന്നു. നിക്ക്, പിറന്നാളിന് ക്ഷണിച്ചില്ല. നിന്നെയും താളെയും ക്ഷണിക്കുന്നില്ല. മനസ്സുണ്ടെങ്കിൽ വന്നാ മതി. ട്രാഫീസറെ, ബർത്ത്ഡേക്ക് ഒരു മുൻകൂർ പരിപാടിയായിട്ട് നമുക്കൊരു ഷാപ്പിംഗ് കൂടെ നടത്തണ്ടേ? ഷാപ്പിംഗ്? ആ, സാറൊരു കാര്യം ചെയ്യും, വൈകുന്നേരം സ്റ്റേഷൻ നേരെ അഞ്ഞു വാ, നമുക്ക് കാര്യമായിട്ടൊരു ഷോപ്പിംഗ് നടത്തിക്കളാം. ഓ സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഒരു മിനിറ്റ് കാര്യം കൂടെ. ഓ വേണ്ട, നിന്റെ സമയം നോക്കിയാ എന്റെ വെപ്പ്. അമ്മണിക്കുട്ടി വരട്ടെ, വരട്ടെടാ. ആ, എങ്ങനെയുണ്ട് റാണി എന്റെ സെലക്ഷൻ? ഞാൻ എടുക്കുന്നൊന്നും ഡാഡിക്ക് മോനെ ഇഷ്ടപ്പെടുത്തേയില്ല. സുധിയേട്ടന് പിന്നെ സെലക്ടീവിന് പണിയേയില്ല. ആദ്യം വേണ്ടതങ്ങ് വാങ്ങും. ഡാഡിയെ സഹിക്കാം. ചെറുക്കന്റെ വിചാരം അവൻ ഇപ്പഴും വലിയ ആളാണെന്നാ. ബൈജുവും മിടുക്കനെ ചേച്ചി. അതെ അതെ, മിടുക്ക് കൂടി കൂടി കുറുമ്പ് സഹിക്കാൻ വയ്യാതായിരിക്കാം. പിന്നെന്താ, ഒന്നല്ലേ ഉള്ളൂ. ആ കുറുമ്പും വാശി സഹിക്കുന്നതും ഒരു സുഖമാണേ. ഗണേഷല്ലേ, വരൂ. റാണി, ഇതൊക്കെ ഇങ്ങോട്ട് താത്തുകൊണ്ട് വെച്ച്. ആ, ഞാൻ മിസ്റ്റർ ദിനേഷിനെ നേരിട്ടൊന്ന് കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരിക്കൂ. ഞാൻ വന്നത് റാണിയെ കാണാനാണ്. അറിയാം, റാണി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദിനേശ് റാണിയുടെ കൂട്ടുകാരനാണെന്നും നിങ്ങൾ തമ്മിൽ അടുപ്പമായിരുന്നു എന്നും ഒക്കെ. എനിക്ക് റാണിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നല്ല, 1000 കാര്യം ദിനേശിന് പറയാം. അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെട്ടൂടെ? നിങ്ങളെ എനിക്കറിയാം. റാണിയെ വിളിക്കൂ. അവളിപ്പോ വരും. തിരക്കില്ലല്ലോ, കാപ്പി കുടിച്ചിട്ട് പോ. സോറി, എനിക്ക് സൽക്കാരമൊന്നും വേണ്ട. അല്പനേരം സംസാരിക്കെങ്കിലും ചെയ്തൂടെ? നോക്കൂ ദിനേഷ്, റാണി ഇപ്പൊ സുധാകരന്റെ ഭാര്യയാണ്, അറിയാലോ അല്ലേ? സത്യത്തിൽ റാണി ചെയ്ത തെറ്റാണ്. എന്നിട്ടും നിങ്ങൾ അവളെ സ്നേഹിക്കുന്നു. അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഉള്ളത് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു. റാണി, നിന്റെ മറുപടി ഇതുവരെ കിട്ടിയില്ല. നാളെ ഞാൻ ഈ സിറ്റ് വിട്ട് പോവുകയാണ്. ഓ വെരി ഗുഡ്. റാണി ഉണ്ടാക്കുന്ന കാപ്പി ദിനേശിന് വലിയ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ആ റാണി, വേഗം ഒരു കാപ്പി ഉണ്ടെന്ന്. അപ്പോ ദിനേശ് സിറ്റി വിട്ട് പോവുകയാണല്ലേ? നന്നായി. ദിനേശ് പോണം. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനും പാടില്ല. പിന്നെ ഉപദേശിക്കാണെന്നൊന്നും തോന്നണ്ട. സ്വന്തം പെങ്ങൾ പറയുന്നത് പോലെ കരുതിയാ മതി. ദിനേശ് നാട്ടിൽ പോയി നല്ലൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. റാണി ഇല്ലെങ്കിൽ വേണ്ട,
ഇത്രയും സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരന് മറ്റൊരുത്തന്റെ ഭാര്യ എന്തിനാ? ആ പിന്നെ കല്യാണത്തിന് എന്നെ റാണിയെ ക്ഷണിക്കാൻ മറക്കരുത്. ഞങ്ങൾ തീർച്ചയായും വരും. കാപ്പുടിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഈ സെറ്റ് വിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. പക്ഷെ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല, ഇവളെ കൊണ്ട. നിങ്ങളെ കൊണ്ടുപോകുമല്ലേ? അതെ. എങ്കിലതൊന്ന് കാണുന്നു. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ഇത് ഞാനും റാണിയും തമ്മിലുള്ള കാര്യമാണ്. വടി. കുറെ വർഷമില്ല നീ അവളോട്ട് വട്ടം കൊടുക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ ഇനിയുള്ള പട്ട് വരും. മൂക്കിന് താഴെ മേശയുണ്ടെന്ന് വെച്ച് എന്ത് തോന്നാസം കാട്ടാന്ന് വിചാരിച്ചു അല്ലേ? ഇറങ്ങണ വിളി. Get out. നീ എന്റെ കൂടെ വരാം. നീ വരില്ലല്ലേ? എന്നെ ഭ്രാന്തമാക്കരുത്. നീ വരില്ലല്ലേ? എന്താ ബൈജുവിനെ എന്ത് പറ്റി? അങ്കിൾ മമ്മി ഒരാൾ തല്ലി. എവിടെ വെച്ച്? വീട്ടില്. ജെയിംസിനെ ഉടനെ വിവരമായിരിക്കും. റാണി, 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 റാണി.
മോനെ സുധാകര ജെയിംസ് കുട്ടി, എത്ര നേരം എന്ന് വെച്ചാ ഈ ഇരിപ്പ്? നീ ഇങ്ങനെ തളർന്നു പോയാൽ പിന്നെ ബൈജുമോൻ ആരുണ്ട്? അവനെ ഓർത്തെങ്കിലും. വത്സലേ, നീ അവനെ അകത്തോണ്ട് കിടത്ത്. അവൻ വല്ലതും കഴിച്ചോ ആവോ? നല്ല മനസ്സുള്ളവരെ ആരെയും ഈ ലോകത്തിന് വേണ്ട. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു ദുർവിധി വരണമായിരുന്നോ? ജെയിംസേ, ഞാൻ ഇറങ്ങുക. നാളെ വരാം. ആ മോളെ, ബൈജുമോൻ രാത്രിയിൽ ഉണ്ടെന്ന് കരഞ്ഞാൽ ജെയിംസ് കുട്ടി എന്തു പറഞ്ഞാൽ അവനെ ആശ്വസിപ്പിക്കുക? വത്സല ഇവിടെ നിൽക്കട്ടെ. വേണ്ട മറളി. ശരി, നിന്റെ ഇഷ്ടം. സുധാര, ഞാൻ ഇറങ്ങട്ടെ.
റാണിക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. നീ ചെല്ലേ, എനിക്ക് SP ഓഫീസ് വരെ ഒന്ന് പോകണം. ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യിക്കൂ. ശരി. എങ്ങനെയുണ്ട് ഡോക്ടർ? വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളുകളെ തിരിച്ചറിയുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ഷോക്ക് കൊണ്ട് സംഭവിച്ചതല്ലേ. എനിഹൗ കുറച്ചുനാൾ കൂടി ഹോസ്പിറ്റലിൽ തുടരട്ടെ. കേസ് തെളിയാത്തത് പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ തക്കം നോക്കിയിരിക്കുകയാണ് മറ്റുള്ളവർ. ഇപ്പൊ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ ചെലവാരി അറിയാനാണ് എല്ലാവർക്കും തിടുക്കം. ഞാൻ പറയുന്ന മിസ്റ്റർ സുധാകരന് മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ് സർ. ഈ കേസിന്റെ മുഴുവൻ ചാർജും നിങ്ങൾക്കാണ്. ആവശ്യത്തിൽ കൂടുതൽ സമയവും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സർ, ഈ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഭർത്താവിന്റെ സെന്റിമെന്റ്സ് എന്ന നിലയ്ക്കും പ്രതികാരത്തിന്റേതായ ഒരു വാശി കൂടെ എനിക്കുണ്ട്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്തോളൂ. 2 വീക്സ് സമയം തരുന്നു. പിന്നെ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ശുപാർശ ചെയ്യേണ്ടത് വരും. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. യെസ് സാർ, ഈ കേസ് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. എക്സ്ക്യൂസ് മീ. വത്സലെന്നല്ലേ പേര്? അതെ, മനസ്സിലായില്ല. ഞാൻ റാണി ഒരു നാട്ടുകാരൻ. ഞാനിപ്പോ ഈ സിറ്റിയിലാ താമസം. വിവരം അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരാഴ്ച കൂടി നോക്കിയിട്ട് വെല്ലൂർക്ക് കൊണ്ടുപോകാൻ സുധേട്ടൻ പറഞ്ഞത്. ഇങ്ങോട്ടിരിക്കോ? റാണിയുടെ അച്ഛനും അമ്മേനും വിവരം അറിയിച്ചോ? ഇല്ല, അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് അറിയിക്കാമെന്ന് കരുതി. വയസ്സായവരല്ലേ, ഈ അവസ്ഥയിൽ. വത്സലമാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തോളൂ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വരും. അതുവരെ ഞാനിവിടെ ഇരിക്കാം. വേണ്ട, സുധേട്ടൻ ഇപ്പൊ വരും, എന്നിട്ട് പൊയ്ക്കോളാം. എന്നാ ഞാൻ പറ്റേ? ഡോക്ടർ വന്നിരുന്നോ? ഒരു പുതിയ മരുന്നിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഇവിടെയില്ല, വെളിയിൽ നിന്നും വാങ്ങണം. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ചേട്ടൻ ഇരിക്കില്ലേ? ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. വരും, മരുന്നും കൂടി വാങ്ങിച്ചോണ്ടെന്നേക്കാം. ശരി. എനിക്ക് വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് മതി. ഇപ്പൊ ഇത് കഴിക്കും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി ഡാഡി പോയി വാങ്ങിക്കണ്ട മോനെ. എനിക്കിത് വേണ്ട. പറഞ്ഞനുസരിക്ക് ബൈജു. നിന്നോട് കഴിക്കാനാ പറഞ്ഞത്. എനിക്കിത് വേണ്ട. ലാളിച്ച് ലാളിച്ച് ചേർക്കാൻ ഭക്ഷണമായി. കുത്തിയത് കയറണം കഴുകാം.
മോൻ ഡാഡി ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടു. ബൈജുവിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. കൊച്ചുകുട്ടിയല്ലേ, മറന്നു മനഃപൂർവ്വം നടിക്കാൻ അവനറിയില്ലല്ലോ. മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ അവനെ കണ്ടു നിൽക്കേണ്ടി വന്നത്? കുഞ്ഞെ, ഇനി അതൊന്നും ഓർത്തിട്ട് യാതൊരു കാര്യവുമില്ല. ബൈജുവിനെ ആ നഷ്ടം അറിയിക്കാതെ വളർത്തേണ്ട കടമ നിനക്കാണ്. കേസിന് വല്ല തുമ്പും ആയോ? അന്വേഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ചെയ്തു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ജെയിംസിന് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തുള്ളൂ. ഇതിനിടയിൽ ഈ ടെൻഷനും കൂടി വേണ്ട മോനെ. അത് സാരമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പോൾ ജെയിംസിന് ആവശ്യം മനസ്സമാധാനമാണ്. ഐ വിൽ മാനേജ് ഇറ്റ്. നിന്നോട് ഒരു എക്സ്ക്യൂസും പറയാനില്ലെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ കൈ വന്ന് വീഴും. ദാറ്റ്സ് ഷുവർ. പിന്നെ ബൈജുമോന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അവനെ കണ്ടാൽ അറിയാവുന്ന ഒരാൾ ബൈജുമോനാണല്ലോ. റാണി നോർമലായിരുന്നെങ്കിൽ കുറെ കൂടെ സൗകര്യമായിരുന്നു. നീ എന്തോ ഒന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല. ഡാഡി, നമുക്കിനി മമ്മിയെ ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലേ? മതിയോ? മതി. ഡാഡി, ദാ ആ കാണുന്നതാണ് ബാത്റൂം. ചെല്. താങ്ക് യു സർ. പോവാ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങളുടേതാണ്? അതെ. താങ്ക് യു വെരി മച്ച്. സാധാരണ ആരും കളഞ്ഞിട്ടൊന്നും തിരിച്ചു കൊടുക്കാറില്ല. മാഡം ഒറ്റയ്ക്കാണോ ഷോപ്പിംഗ് വരാറ്? എന്താ? അല്ല, കളഞ്ഞു പോകുന്ന സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ ഒരാളെ കൂടി കൊണ്ടുവന്ന് വന്നായിരുന്നു. ഇറ്റ്സ് ഓൺലി ജോക്ക്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബൈ ദ വേ, യു ഗുഡ് നെയിം പ്ലീസ്? അനിത. ഐ ആം വർമ്മ, ദിനേഷ് വർമ്മ. ഓ, ഞാൻ വരട്ടെ. സോറി, സിറ്റിയിലേക്കാണോ? അതെ.
തെറ്റിദ്ധരിക്കരുത്. ഓവർ ബ്രിഡ്ജ് വഴിയാണെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് സിറ്റിയിലേക്ക് ഒരു ലിഫ്റ്റ് തരാം. ഷുവർ, പ്ലീസ് കം. താങ്ക് യു. ഡാഡി, എന്തിനാ ഇപ്പൊ വണ്ടി നിർത്തിയേ? ടയർ പഞ്ചറായെന്ന് തോന്നുന്നു.
അതിനിപ്പോ ജോലി രാജിവെക്കേണ്ട ആവശ്യമെന്താ? ഈ അവസ്ഥയിൽ ഇനി എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. എങ്കിൽ തന്നെ ആർക്ക് വേണ്ടി? ജെയിംസ്, നീ ജോലി ചെയ്യണ്ട, ഓഫീസിലും വരണ്ട. എന്ന് നിനക്ക് വരണമെന്ന് തോന്നുന്നു അന്ന് വന്നാൽ മതി. നിനക്ക് വേണ്ടി ആ കസേര ഞാൻ എന്നും ഒഴിച്ചിട്ടിരിക്കും. എന്നെ നിർബന്ധിക്കരുത് മുതലാളി. ഇപ്പോ ഞാൻ ഈ ലോകത്തൊറ്റയ്ക്കാണ്. എല്ലാം മറക്കാൻ എനിക്ക് എവിടെയെങ്കിലും പോയേ മതിയാവും. നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കാവുന്നതിലേറെ നീ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നിന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ എനിക്കെന്റെ ജെയിംസിനെ എന്നേക്കുമേ നഷ്ടപ്പെട്ടെന്ന് വരും. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല ജെയിംസ് കുട്ടി, എനിക്കില്ല. ഇനി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു തെളിവ് റാണിയാണ്. അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടിയാൽ പിന്നെ എളുപ്പമായി. പക്ഷേ അതുവരെ അയാൾ കാത്തുനിന്ന് വരില്ല. ഏത് നിമിഷവും റാണിയെ തേടി അയാൾ വരാം. ശരിയാണ്. റാണിയുടെ മുറിയിൽ ഇന്നു മുതൽ തോമസ് കാവൽ നിൽക്കണം. യെസ് സർ. സംശയകരമായ സാഹചര്യത്തിൽ സിറ്റി കറങ്ങി നടക്കുന്ന ആരെ കണ്ടാലും ഉടനെ കസ്റ്റഡിയിലെടുക്കണം. യെസ് സാർ. എന്താ ഇവിടെ ഇരിക്കുന്നത്? വെറുതെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുക. ഫ്രണ്ട് വരുമെന്ന് എന്താ ഉറപ്പ്? വരും. തന്റെ പേരെന്താ? മോഹൻദാസ്. മിസ്റ്റർ മോഹൻദാസ് എത്ര സമയം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് സമയമായി. ഇവിടെ തന്നെയാണോ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞത്? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? എന്താ ഇവിടെ? കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി സാർ. വർക്ക്ഷോപ്പിൽ നാളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെന്താ വരാത്തത്? വരും സാർ. എപ്പോ വരും? ഉടനെ വരും. വരുമെന്നെന്താ ഉറപ്പ്? എനിക്ക് പരിചയമുള്ള ആളാണ് സാർ. എന്താ പേര്? ഐ എം വർമ്മ, ദിനേഷ് വർമ്മ. അതെന്തിനാ രണ്ടുപേര്? അതെന്റെ ചെറുപ്പം മുതലുള്ള ഒരു സ്റ്റൈലാണ് സാർ. സ്റ്റൈലാണല്ലേ? അതെ. എവിടെ പോയിട്ട് വരുന്നു? സെക്കൻഡ് ഷോയ്ക്ക് പോയതാ. ടിക്കറ്റ്. നിങ്ങളെപ്പോലുള്ള മാന്യന്മാരെ ഈ അസമയത്ത് കണ്ട ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ സംശയിക്കാതിരിക്കും? അത് ശരിയാണ് സാർ. പലയിടത്തും അന്വേഷിച്ചു. ഇവിടെ കാണുമെന്ന് കരുതി. കുറെ പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിലൊരുത്തിന്റെ മേൽ എനിക്ക് വല്ലാത്ത ഡൗട്ടുണ്ട്. അന്ന് നീ അയാളെ കണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരുപക്ഷെ നിനക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞാലോ? നാളെ നീ സ്റ്റേഷൻ വരെ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സമയമില്ല ജെയിംസ്. അവൻ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുക.
വീട്ടിലേക്ക് വാ. വരൂ വരൂ. വരൂ. Come on. ലൈറ്റ് ഇടൂ. നോക്ക്. ജെയിംസ്, നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഈ പോന്നു പറഞ്ഞ ബാക്കിയുള്ളവര്? സുധി പ്ലീസ്, മേലിൽ ഇക്കാര്യം പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്. ഇവരാരെയും എനിക്കറിയില്ല. ഞാൻ മനഃപൂർവ്വം മറക്കാൻ ആഗ്രഹിക്കുന്നതൊന്നും ദയവ് ഇത് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കരുത്. കൃഷ്ണപിള്ളേ, ഇവരുടെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തിട്ട് പറഞ്ഞയച്ചേക്ക്. ആവശ്യപ്പെടുമ്പോ സ്റ്റേഷനിൽ വരണമെന്ന് പറയണം. ശരി സാർ.
എങ്ങോട്ടാ കാറ് പോയത്? നേരെ ഓടിച്ച് ഗേറ്റ് കടന്നു പോയി. ഓടിച്ചിരുന്ന ആളെ അറിയാം? ഇല്ല സർ, കണ്ടതായി ഓർക്കുന്നില്ല. മറ്റേയാളെ എനിക്കറിയാം, കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. കാറിന്റെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ടോ? KLV 303. ജെയിംസ്. എന്റെ പൊന്ന് സാറെ, സത്യം പറയാമല്ലോ, ആരെങ്കിലും ഒന്ന് വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ചടഞ്ഞുകൂടി ഒറ്റ ഇരിപ്പല്ലേ, മുറുക്കാത്തോണ്ടാവും ഒരു വല്ലായ്യ. സാറിവിടെ ഉണ്ടല്ലോ, ഞാനൊന്ന് മുറുക്കി വെച്ച് ഓടി വന്നേക്കാം. താനെന്താ ഇവിടെ? ഒന്ന് വെക്കമെടുക്കാന്ന് വെച്ച് ഇറങ്ങിയതാ. ഡ്യൂട്ടി സമയത്താണോ തന്റെ ഈ ചുറ്റല്? ജെയിംസ് സാറിനെ കണ്ടുകൊണ്ടാ ഞാൻ പോകുന്നത്. ജെയിംസ് അവിടെ ഉണ്ട് അല്ലേ? ഉണ്ട് സാർ. ശരി, താൻ കയറ. റാണി, പേടിക്കണ്ട. റാണി ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ ജീവിതം തകർത്ത ആ ദുഷ്ടൻ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ്. വൈജുമനെ കൊന്നവരിവിടെയുണ്ട്. അവൻ തന്നെയാണോ എന്റെ അമ്മണിക്കുട്ടിയെ കൊന്നതെന്നും റാണിയെ നിലയ്ക്കാക്കിയതെന്നും എനിക്കറിയണം. റാണിക്ക് മാത്രമേ ഇപ്പൊ എന്നെ സഹായിക്കാൻ കഴിയൂ. നോക്കണേ, ഇവന്തിനാണോ? എന്റെ കുടുംബം തകർത്തവനാണ് നീ. നിന്നെ വെറുതെ വിട്ടാൽ എന്റെ അമ്മനെക്കുട്ടി എന്നോട് പൊറുക്കില്ല. എന്റെ വൈദ്യുവിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലടോ. റാണി, ജെയിംസ് എവിടെ? ജെയിംസ്! സുധി, നോക്ക്, എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ഞാനത് ചെയ്തു. സഹിക്കില്ലേ? ഒരു ഉറുമ്പിൽ പോലും നോവിച്ചിട്ടില്ലാത്ത ഞാൻ എഞ്ചിൻ കൊന്നു.
നിയമം നീ കയ്യിലെടുക്കാൻ പാടില്ലായിരുന്നു ജെയിംസ്. നിനക്കത് പറയാം, പക്ഷെ എനിക്ക് ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ചെയ്യാനേ കഴിയും. അവരെ നിയമത്തിന് വിട്ടുതരാൻ എനിക്ക് മനസ്സ് വന്നില്ല സുധി. ഏത് സാഹചര്യത്തിലായാലും നീ ഇപ്പൊ ഒരു കൊലപാതകയാണ്. എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. സോറി ജെയിംസ്, യു ആർ അണ്ടർ അറസ്റ്റ്. നോ, എന്റെ കുടുംബത്തെ നശിപ്പിച്ചവനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നിയമത്തിന് മുമ്പിൽ കീഴടങ്ങാൻ എനിക്ക് മനസ്സില്ല. ലോകത്തിൽ ഒരു ശക്തിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങില്ല. No, don't shoot him. James! 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 സുധി, ജെയിംസ്, നീ ഇപ്പൊ എന്റെ ഗണ്ണിന്റെ റേഞ്ചിലാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ ഓടില്ല സുധി. അവിടെ നിന്ന് ഇവിടത്തോളമുള്ള ദൂരമേ എനിക്കുണ്ടായിരുന്നു. ഞാൻ എത്തേണ്ട അടുത്തെത്തി. ജെയിംസ്, നീ എന്തായി ചെയ്തത്? ക്ഷമിക്കൂ സുധി. എന്റെ അമ്മണിക്കുട്ടിയുടെയും ബൈജുമന്റെ അടുത്ത് എത്രയും വേഗം എത്തിച്ചേരാൻ ഇതല്ലാതെ ഒരു മാർഗം ഞാൻ കണ്ടു. ജെയിംസ്,